നേഷൻ ഫസ്റ്റിൽ ഇന്ന് അതിഥി കേരള നിയമസഭയുടെ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫാണ്. കൈവച്ച വകുപ്പുകളിലെല്ലാം തന്നെ മികവാർന്ന പ്രവർത്തനം കാഴ്ചവെച്ച ഒരാളുടെ കാലടികൾ പിന്തുടർന്ന് വരിക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ചലഞ്ച്. തൊടുപുഴയെ മറ്റൊരു വികസന തലത്തിലേക്ക് കൊണ്ടേ എത്തിക്കുക എന്നുള്ളത് ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതെനിക്കൊരു ചാലഞ്ചാണ്, അതൊരു മോട്ടിവേഷനാണ്. പാട്ട് പാടുന്ന MLA, പാട്ട് പാടുന്ന മന്ത്രിയൊക്കെ നമ്മൾ കണ്ടത് PJ ജോസഫ് സാറിലൂടെയാണ്. എന്താണ് ഈ പാട്ടിനോട് ഇത്ര വലിയ അടുപ്പം? ഈ ഗേറ്റ് കടന്നാൽ പിന്നെ അപ്പച്ചൻ വീട്ടിൽ രാഷ്ട്രീയം ഒന്നും പറയില്ല. ഞങ്ങൾ മക്കളൊക്കെ ആയിട്ട് ഒന്നിച്ചിരിക്കുമ്പോൾ പാട്ട് പാടും, പാട്ട് പഠിപ്പിക്കും. വലിയ പ്രതീക്ഷയിൽ ജനം വലിയ നമ്പർ ടിക്കറ്റിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജനപ്രതിനിധികളെ ജയിപ്പിച്ച് UDF അധികാരം കൈമാറി. PD സതീശൻ സർക്കാരിൽ ഒരു ഘടകകക്ഷിയുടെ നേതാവ് എന്ന നിലയിൽ അങ്ങ് കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി. ഇപ്പോൾ 2-3 പത്രസമ്മേളനം ഈ ക്യാബിനറ്റ് കഴിഞ്ഞ് മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനങ്ങളിൽ നടത്തിയ പ്രസ്താവനകൾ, അതായത് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ തെരഞ്ഞെടുപ്പിന് മുൻപും തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ സമയത്തും ഒക്കെ UDF ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ അവ ഒന്നൊന്നായി പ്രഖ്യാപിക്കുന്ന ഒരു സർക്കാരിനെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നമസ്കാരം, നേഷൻ ഫസ്റ്റിലേക്ക് സ്വാഗതം. നേഷൻ ഫസ്റ്റിൽ ഇന്ന് അതിഥി കേരള നിയമസഭയുടെ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫാണ്. സർ നമസ്കാരം. നമസ്കാരം. എല്ലാവിധ ആശംസകളും ആദ്യമേ തന്നെ 16ാം നിയമസഭയിൽ ഈ 5 വർഷക്കാലങ്ങൾ ചീഫ് വിപ്പായി തിളങ്ങാൻ സാധിക്കട്ടെ. 56 വർഷക്കാലം തൊടുപുഴയുടെ ജനപ്രതിനിധിയായിരിക്കുകയും പലതവണ മന്ത്രിസഭയിൽ മന്ത്രിയായൊക്കെ ഇരുന്ന കേരളത്തിൻ്റെ പ്രിയങ്കരനായ PJ ജോസഫ് സാറിൻ്റെ മകൻ എന്ന നിലയിൽ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ആ ഒരു അച്ഛൻ്റെ ബ്രാൻഡ് അല്ലെങ്കിൽ അച്ഛൻ്റെ പാരമ്പര്യമൊക്കെ സഹായകമാകും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ. പക്ഷെ അത് ചില വെല്ലുവിളികൾ കൂടി നൽകുന്നുണ്ട്. എന്തൊക്കെയാണ് പ്രധാനമായി നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ? ഈ 56 വർഷം ഒരു നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആ നിയോജകമണ്ഡലത്തെ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ കാര്യത്തിൽ മറ്റ് നിയോജകമണ്ഡലമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ഒരു നിയോജകമണ്ഡലം മാറ്റുക എന്നതിലുപരി കേരളത്തിലെ തന്നെ പല വിപ്ലവകരമായ പോളിസികൾ, സർക്കാർ നയങ്ങൾ, +2 സ്കൂള്, അതുപോലെ സ്വാശ്രയ കോളേജുകൾ, നമ്മളിപ്പോൾ കാണുന്ന ഈ BMMBC റോഡുകൾ, അത് അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോഴാണ് KSTP എന്ന ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിക്കുകയും കേരളത്തിൽ ആദ്യമായി ഈ ഒരു രീതിയിലുള്ള ടാറിംഗ് സമ്പ്രദായം അന്ന് മലേഷ്യയിലുള്ള പതിവൽ എന്ന് പറഞ്ഞ കമ്പനീനെ ഇവിടെ കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ തുടങ്ങി വെച്ച ആളാണ്. അപ്പോൾ കൈവച്ച വകുപ്പുകളിലെല്ലാം തന്നെ മികവാർന്ന പ്രവർത്തനം കാഴ്ചവെച്ച ഒരാളുടെ കാലടികൾ പിന്തുടർന്ന് വരിക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ചലഞ്ച്. കാരണം PJ ജോസഫിൻ്റെ 56 വർഷത്തെ പ്രവർത്തനവുമായിട്ട് ഒന്നാം ദിനം തൊട്ട് എന്നെ താരതമ്യം ചെയ്തു തുടങ്ങും ഉറപ്പായിട്ട് ജനം. അപ്പോൾ അദ്ദേഹം ഇത്രയും നാൾ കൊണ്ട് ഉണ്ടാക്കിയ അച്ചീവ്മെൻറ്റ്സും വികസനങ്ങളും അത് ജനങ്ങൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കും. അപ്പോൾ 5 വർഷം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ആളുകൾ കണ്ണും കാതും കൂർപ്പിച്ച് നോക്കിയിരിക്കുക. അപ്പോൾ ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാൻ ജയിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. അതിൽ എൻ്റെ നിലനിൽപ്പിൻ്റെ തന്നെ പ്രശ്നമാണ്. തൊടുപുഴയിൽ അതിനെ മറികടക്കുന്ന അല്ലെങ്കിൽ അതിലെ തൊടുപുഴയെ മറ്റൊരു വികസന തലത്തിലേക്ക് കൊണ്ടേ എത്തിക്കുക എന്നുള്ളത് ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതെനിക്കൊരു ചാലഞ്ചാണ്, അതൊരു മോട്ടിവേഷനാണ്. സോ അതുകൊണ്ട് ഈ നിയോജകമണ്ഡലത്തിൻ്റെ ഒരു വികസനത്തിൻ്റെ കാര്യത്തിൽ മനസ്സിരുത്തി പണി ചെയ്യാനുള്ളൊരു പ്രചോദനമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത്. ഉത്തരവാദിത്വം കൂട്ടിത്തരിക. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, ഈ പാട്ട് പാടുന്ന MLA, പാട്ട് പാടുന്ന മന്ത്രിയൊക്കെ നമ്മൾ കണ്ടത് PJ ജോസഫ് സാറിലൂടെയാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സാർ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന കാലഘട്ടമൊക്കെ ആയിരുന്നു. അപ്പോൾ സ്വാഭാവികം ഇപ്പോൾ പാട്ട് പാടുന്നൊരു ചീഫ് വിപ്പ് തൊടുപുഴയ്ക്ക് ആ പാട്ടിൻ്റെ സൗന്ദര്യം വീണ്ടും ലഭിച്ചത് ഇലക്ഷൻ പ്രചരണ വേദിയിലൊക്കെ കണ്ടതാണ്. നമ്മളിപ്പോൾ ഇവിടെ വരുമ്പോഴും ഇവിടെ സംഗീതത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് സാറും മകനും മറ്റു പലരുമായിട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇപ്പം ഞാൻ ഇവിടെ വന്നിരുന്ന കുറേ പഴയ ഇൻ്റർവ്യൂ, നിങ്ങൾ ഫാമിലിയായിട്ട് സഹോദരങ്ങൾ, ഭാര്യ, മക്കൾ എല്ലാവരും ഈ ഒരു മേഖലയിലാണ്. എന്താണ് ഈ പാട്ടിനോട് ഇത്ര വലിയൊരു അടുപ്പം? അത് പാട്ട് എനിക്ക് തോന്നുന്നത് നമുക്കൊരു പാരമ്പര്യമായിട്ട് ഈ എൻ്റെ അപ്പച്ചൻ്റെ ഫാദറാണ് ആ ഫോട്ടോ കാണുന്നയാൾ. ഇച്ചാച്ചൻ ഹാർമോണിയം വായിക്കുമായിരുന്നു, ഹാർമോണിക്ക് പാട്ടും പാടുമായിരുന്നു. അപ്പച്ചൻ ഇതുപോലെ തന്നെ അപ്പച്ചൻ്റെ പെങ്ങന്മാരെല്ലാവരും തന്നെ പാട്ട് പാടും. അപ്പച്ചൻ ചെറുപ്പകാലത്ത് ഈ ഹിന്ദി പാട്ടുകളാണ് കൂടുതലും പാടിക്കൊണ്ടിരുന്നത്. അന്ന് ഈ നമ്മുടെ ഓൾ ഇന്ത്യ റേഡിയോ ഒക്കെ ഉള്ള സിലോൺ റേഡിയോ എന്ന് പറഞ്ഞ പണ്ട് റേഡിയോ ഉണ്ട്, ശ്രീലങ്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിലായി പഴയ അന്നത്തെ കാലത്ത് മുഹമ്മദ് റാഫിയുടെയും കിഷോർ കുമാറിൻ്റെയും അതുപോലെ മുകേഷിൻ്റെയൊക്കെ പാട്ടുകൾ. അപ്പം ഇന്ന് പാട്ട് വന്നാൽ
പിന്നെ അടുത്ത ആഴ്ചയാണ് പാട്ട് വീണ്ടും വരുന്നത്. അന്ന് ഇവിടെ റെക്കോർഡ് പ്ലെയറോ അല്ലെങ്കിൽ കാസറ്റ് പ്ലെയറോ ഒന്നുമില്ല. അപ്പോൾ റേഡിയോയിൽ കൂടി പാട്ട് കേട്ട് പാട്ട് പഠിച്ചിരുന്ന ഒരു കാലഘട്ടം വരുന്നത്. അപ്പം അപ്പച്ചൻ്റെ പെങ്ങന്മാരും ചെന്നൈയിലാണ്, അന്ന് മദ്രാസിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. സ്റ്റെല്ല മരീസിൻ്റെ മൂത്ത സിസ്റ്ററും രണ്ടാമത്തെ സിസ്റ്ററും വെല്ലൂരുമായിരുന്നു. അപ്പോൾ അവർ മദ്രാസിൽ നിന്ന് വരുമ്പോൾ അപ്പച്ചനെ ഈ പാട്ട് പുസ്തകം പഠിച്ചുകൊണ്ടിരും. ഹിന്ദി പാട്ട് ഇപ്പോഴും ഇരിപ്പുണ്ട് മുകളിൽ പഴയ പാട്ട് പുസ്തകം. ഓക്കെ. അതിൽ നോക്കിയാണ് വേർഡ്സ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത്രയും സ്ട്രഗിൾ ചെയ്ത് അന്ന് ആളുകൾ പാട്ട് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു വീടുകളിലെ ഒഴിവ് സമയം ഈ ഗേറ്റ് കിടന്നാൽ പിന്നെ അപ്പച്ചൻ വീട്ടിൽ രാഷ്ട്രീയമൊന്നും പറയില്ല. ഓഹോ. ഞങ്ങൾ മക്കളൊക്കെ ആയിട്ട് ഒന്നിച്ചിരിക്കുമ്പോൾ പാട്ട് പാടും, പാട്ട് പഠിപ്പിക്കും. അപ്പം അങ്ങനെ ചെറുപ്പം തൊട്ടേ ഒരു പാട്ടും പാടി. ഞാനൊരു 4 വർഷം ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ട്. ശരി. നമ്മുടെ കർണാട്ടിക് മ്യൂസിക്. ഞാനും പെങ്ങളും കൂടെ ഒന്നിച്ച് പഠിച്ചു തുടങ്ങി. ഓക്കെ. ഹൈസ്കൂളൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ ശബ്ദം മാറി തുടങ്ങി. അപ്പം എനിക്ക് അവൾക്ക് ഒന്നിച്ച് പാടാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഞാൻ പാട്ട് നിർത്തി, അവൾ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ അപ്പം അതെല്ലാം ചെറുപ്പത്തിൽ ഞങ്ങൾ പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ വലിയ പാട്ടുകാരൊന്നുമില്ല, പക്ഷേ ഈ പറഞ്ഞ മൂക്കിലെ രാജ്യത്ത് മുറുമുക്കൻ രാജാവ് എന്ന് പറയുന്ന പോലെ ചെറിയ ക്രൗഡിലൊക്കെ പാട്ട് പാടി ഒന്ന് ഫലിപ്പിച്ചെടുക്കാനൊക്കെ പറ്റും. പക്ഷേ അത് പാട്ടെന്ന് പറയുന്നത് നമുക്ക് താല്പര്യമുള്ള മേഖലയാണ്. എൻ്റെ വൈഫ് പാട്ട് പാടും, പിള്ളേരും. മൂത്ത മോന് ചെന്നൈയിലെ എ ആർ റഹ്മാൻ്റെ ഒരു മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, KM മ്യൂസിക് കൺസർവേറ്ററി. അപ്പോൾ അവനോട് ഇപ്പോൾ മ്യൂസിക് ജോലിയായിരുന്നു ബാംഗ്ലൂർ. അതെല്ലാം ഇപ്പോൾ വിട്ടിട്ട് പുള്ളി മ്യൂസിക്കിലേക്ക് തിരിഞ്ഞു. മ്യൂസിക് പ്രൊഡക്ഷനും ഒരു 3 ബാൻഡിൽ പുള്ളി പ്ലേ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ മോനും പാട്ട്, അവന് ഇപ്പോൾ 12th അവനും പാട്ട് പാടും. ഒരു സംഗീതാത്മകമായ രാഷ്ട്രീയ ജീവിതവും രാഷ്ട്രീയവും. സംഗീതം ഒരു ഈ കുടുംബങ്ങളെ ഒരു ബോണ്ട് ചെയ്യുന്നൊരു സംഭവമാണ്. നമ്മൾ ഇവിടെ ഇരുന്ന് പാട്ടൊക്കെ പാടുമ്പം അതൊരു വലിയ ബോണ്ടിങ് ഫാക്ടറാണ്. ഈ 2 പിള്ളേർ അവർ ഗിറ്റാറും സാക്സൊക്കെ വായിക്കും. അപ്പം ഗിറ്റാറൊക്കെ വായിച്ച് പാട്ട് പാടുമ്പോൾ ഒരു വലിയ ബോണ്ടിങ് എക്സ്പീരിയൻസ് ആണ്. ഈ കോയമ്പത്തൂരിലെ ഗ്രാജുവേഷൻ പഠനം, അങ്ങ് ബിടെക് ചെയ്തത് കോയമ്പത്തൂരാണ്. ഞാനും കോയമ്പത്തൂർ പഠിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു കോയമ്പത്തൂരിലാണ് ഞാനും പഠിച്ചത്. ഏത് കോളേജ്? ഞാൻ ഹിന്ദുസ്ഥാൻ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, ഭാരതീയ യൂണിവേഴ്സിറ്റി തന്നെയാണ് നമ്മുടെ. അതെ. അപ്പോൾ ഈ കോയമ്പത്തൂരിലെ പഠന കാലഘട്ടം നമുക്കറിയാം. കോയമ്പത്തൂരിൻ്റെ ഒരു വൈബ് എന്താണെന്ന് അറിയാം. ഈ കോയമ്പത്തൂരിൻ്റെ പഠനകാലത്ത് എപ്പോഴെങ്കിലും അറിയാമല്ലോ, അച്ഛൻ എന്തായാലും രാഷ്ട്രീയത്തിൽ അധികായനാണ്. നാളെ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരും, കേരളത്തിലൊരു MLA ആകും, ഞാനൊരു വലിയ പൊസിഷനിലേക്ക് എത്തും എന്നൊരു ചിന്ത എപ്പോഴെങ്കിലും കടന്നുകൂടിയിട്ടുണ്ടായിരുന്നു? സത്യം പറഞ്ഞാൽ ഒരു കഴിഞ്ഞ 10 വർഷം മുമ്പ് വരെ അങ്ങനെ ഒരു യാതൊരു ചിന്തയും ഇല്ലായിരുന്നു. ഞാൻ കോയമ്പത്തൂർ പഠിച്ചപ്പം ഞാൻ അവിടെ ഒരു തമിഴ്നാട് ഒരു കോളേജാണ്. അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ ഒരു മന്ത്രിയുടെ മകൻ എന്നൊരു ലേബലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അവിടുത്തെ മട്ടും ഭാവം കണ്ടുകൊണ്ട് പലരും ചോദിച്ചു, നീ ശരിക്കും ഒരു മന്ത്രിയുടെ മകനാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം അവിടെയൊക്കെ ഒരു രാഷ്ട്രീയക്കാരൻ്റെ, ഒരു പഞ്ചായത്ത് മെമ്പറിൻ്റെ മോൻ വരുന്നത് വലിയ, നമ്മൾ സിനിമയിലെ കാണുന്ന പോലെ ഒരു മറ്റേ പഴയ വില്ലീസ് ജീപ്പിൽ ഒരു 3-4 ഗുണ്ടകളൊക്കെ ആയിട്ട് തലക്കെട്ട് കെട്ടി വരുന്നത്. നമ്മളൊരു അപ്പാവി പേരായിരുന്നു. അതുകൊണ്ട് പലരോട് ചോദിച്ചിട്ടാണ്, നീ ശരിക്കും ഒരു മന്ത്രിയുടെ മകനാണെന്നൊക്കെ തമിഴന്മാരോട് എന്നോട് ചോദിക്കുമായിരുന്നു, എൻ്റെ തമിഴ് ഫ്രണ്ട്സ്. അല്ല, ഈ ചോദ്യം പക്ഷേ അത് അങ്ങനെ ഒരു വിചാരം വന്നില്ലായിരുന്നു. അങ്ങനെ രാഷ്ട്രീയത്തിൽ വരുമെന്ന് യാതൊരു ധാരണ. അങ്ങയുടെ സംസാരവും ഈ അപ്പിയറൻസും ഒക്കെ കാണുമ്പോൾ അങ്ങ് പല ഇലക്ഷന് മുമ്പ് പല ബൈറ്റുകളും കൊടുക്കും. ഞാൻ PJ ജോസഫ് സാറിൻ്റെ മോനല്ലേ ഈ പുള്ളി, എന്താ ഇങ്ങനെ രാഷ്ട്രീയക്കാരൻ്റെ വേഷവിധാനങ്ങളൊന്നും അബു ജോസഫിൽ കണ്ടിട്ടുണ്ട്? രാഷ്ട്രീയക്കാരൻ എന്ന് പറയാൻ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റീരിയോ ടൈപ്പിക്കൽ ഇമേജ് അല്ലേ. എല്ലാ രാഷ്ട്രീയക്കാരും അങ്ങനെയൊന്നുമല്ല, എത്രയോ വ്യത്യസ്തരായ എത്രയോ രാഷ്ട്രീയക്കാരുണ്ട്. ഓക്കെ. അപ്പോൾ ഈ കോയമ്പത്തൂർ പഠനകാലത്ത് എങ്ങും മനസ്സിൽ അങ്ങനെ പഠനത്തിൽ ഞാൻ അവിടെ ഏറ്റവും കൂടുതൽ അവിടെ നമുക്കൊരു കോളേജിൽ ഒരു മ്യൂസിക് ക്ലബ്ബ് ഉണ്ടായിരുന്നു, മ്യൂസിക് ട്രൂപ്പ്. ഞാൻ അതിൽ കീബോർഡും വായിക്കുമായിരുന്നു, പാടുമായിരുന്നു. അവിടെ ബാസ്കറ്റ്ബോൾ ടീമിൽ കളിക്കുമായിരുന്നു. അവിടെ ഒരു നോർമൽ സ്റ്റുഡൻ്റായിട്ട് പഠിത്തം ഒഴിച്ച് ബാക്കിയെല്ലാം ചെയ്യുമായിരുന്നു. ഈ പറഞ്ഞ പോലെ പാട്ടും ഒക്കെ പാടി ഇങ്ങനെയൊക്കെ നടന്നൊരു കാലഘട്ടമാണ്. പക്ഷെ അന്നൊന്നും രാഷ്ട്രീയത്തിൽ അവിടെ ക്യാമ്പസ് പൊളിറ്റിക്സ് ഇല്ല. ഓക്കെ. ഒരു പക്ഷേ കേരളത്തിലെ ഏതെങ്കിലും ഒരു ക്യാമ്പസിലാണ് ഞാൻ ഡിഗ്രി ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പം സ്റ്റുഡൻറ്റ് രാഷ്ട്രീയത്തിൽ വന്ന് കുറച്ച് മുന്നേ MLA ആയേനെ. ഞാൻ തേവര കോളേജിലാണ് ഞാൻ പ്രീ ഡിഗ്രി ചെയ്തത്. ഓക്കെ. തേവര കോളേജ് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് അവിടെ KSE ഇല്ലായിരുന്നു. അന്ന് KSUക്കാർ എന്നോട് ഒന്ന് ചോദിച്ചതാണ്, പ്രീ ഡിഗ്രി ക്ലാസ് റെപ്പായിട്ട് നിൽക്കുന്നു. ഓക്കെ. അന്ന് കേരള കോൺഗ്രസ് പാർട്ടി ആവട്ടെ, പിന്നെ KSUവിൻ്റെ PJ ജോസഫിൻ്റെ മോൻ KSUവിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അറിയാലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ നിൽക്കാണ്ടിരുന്നു. അന്ന് KSEക്ക് അവിടെ യൂണിറ്റ് ഇല്ലായിരുന്നു. അപ്പം ഞാൻ പ്രീ ഡിഗ്രി ആകുമ്പം നമുക്ക് അവിടെ യൂണിറ്റ് തുടങ്ങാനൊക്കെ ആയിട്ടുള്ള പരിമിതികളുണ്ട്. കാരണം ഡിഗ്രിയും PG ഉള്ള കോളേജ് അല്ലായിരുന്നെങ്കിൽ കേരളത്തിൽ പഠിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അന്നേ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ ഞാൻ വന്നേനെ. അല്ല, മാത്രമല്ല അന്നത്തെ ഒരു അച്ഛൻ്റെ ഒരു ലേവലിൽ ഏറ്റവും മണ്ഡലത്തിൽ മത്സരിച്ച് എപ്പോഴും MLA ആയേനെ. അച്ഛനും മകനും ഒരുമിച്ച് അങ്ങനെ അപ്പച്ചൻ അന്നേ ഞാൻ രാഷ്ട്രീയത്തിൽ വരുന്നതിനോട് അങ്ങനെ വലിയ താല്പര്യമൊന്നും അപ്പച്ചൻ അന്നില്ല. ഞാനും അപ്പച്ചൻ വന്ന പോലെ തന്നെ അവിചാരിതമായിട്ട് രാഷ്ട്രീയത്തിൽ വന്നതാണ്. അപ്പച്ചന് 1970 അപ്പച്ചൻ എങ്ങനെ രാഷ്ട്രീയത്തിൽ വരണമെന്ന് വിചാരിച്ച് അതല്ല. ഇവിടെ അന്ന് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ ഇവിടെ വീട്ടിൽ വന്ന് അപ്പച്ചനെ ബലമായിട്ട് രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നതാണ്. തൊടുപുഴ MLA ആയിട്ട് അന്ന് കേരള കോൺഗ്രസ് പാർട്ടി തന്നെ മത്സരിച്ച്. അതുപോലെ ഞാനും
ഈ ഞാൻ വിദേശത്തൊക്കെ ജോലി ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ അവിചാരിതമായി ഇതുപോലെ ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ പാർട്ടിയുടെ സംഘടനാ തലങ്ങളിലേക്ക് വന്നുപെട്ടതാണ്. ഓക്കെ, എത്തിപ്പെടേണ്ടി വന്നു. അതെ, വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഫുൾ ടൈം പാർട്ടിയുടെ തന്നെ ഞാൻ പാർട്ടിയിൽ നേരെ വന്ന് MLA ആവുകയല്ല ചെയ്തത്. ഞാൻ ആദ്യം പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗമായിരുന്നു, പിന്നീട് ഹൈപ്പവർ കമ്മിറ്റി അംഗമായി, പിന്നീട് IT ആൻഡ് പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായി, പിന്നീട് സ്റ്റേറ്റ് കോർഡിനേറ്ററായി. അപ്പോൾ ആ സമയത്തൊക്കെ നല്ല രീതിയിൽ സംഘടനാ പ്രവർത്തനം ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ എത്തിയത്. വലിയ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാനും. അതെ, നോക്കൂ, 10 വർഷക്കാലം ഇടതുപക്ഷ സർക്കാർ ഭരിച്ച ഒരു നാടാണ്. വലിയ പ്രതീക്ഷയിൽ ജനം വലിയ നമ്പർ ടിക്കറ്റിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജനപ്രതിനിധികളെ ജയിപ്പിച്ച് UDF അധികാരം കൈമാറിയിരിക്കുകയാണ്. VD സതീശൻ സർക്കാരിൽ ഒരു ഘടകകക്ഷിയുടെ നേതാവ് എന്ന നിലയിൽ അങ്ങ് കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണ്? VD സതീശനിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ സർക്കാരിൽ എന്ന് പറയുന്ന സർക്കാരിൻ്റെ മുഖം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി. അതെ, സർക്കാരിൻ്റെ ഈ കഴിഞ്ഞ ഇപ്പോൾ 2-3 പത്രസമ്മേളനങ്ങൾ, ഈ ക്യാബിനറ്റ് കഴിഞ്ഞ് മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനങ്ങളിൽ നടത്തിയ പ്രസ്താവനകൾ, അതായത് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ തെരഞ്ഞെടുപ്പിന് മുൻപും തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ സമയത്തും ഒക്കെ UDF ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ അവ ഒന്നൊന്നായി പ്രഖ്യാപിക്കുന്ന ഒരു സർക്കാരിനെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ആശാ വർക്കർമാർക്ക് 3000 രൂപ എന്ന് പറയുന്നത് ഒരു പ്രഖ്യാപനം അഡീഷണൽ നമ്മൾ കൂട്ടിക്കൊടുത്തു. 1 വർഷത്തോളം സമരം ചെയ്തിട്ടും ഒന്നും ചെയ്യാൻ കൂട്ടാക്കാതെ അവസാനം ഇലക്ഷന് തൊട്ട് മുമ്പ് ഒരു ഇലക്ഷൻ ഗിമ്മിക്കായിട്ടാണ് അവർ കുറച്ച് കൂട്ടിക്കൊടുത്തത്. വാഗ്ദാനം ചെയ്ത ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കയറിയ ഉടനെ തന്നെ ആ ഒരു പ്രഖ്യാപനം, അതുപോലെ വനിതകൾക്ക് സൗജന്യമായിട്ട് ബസ് യാത്ര, ഈ പറയുന്ന എല്ലാ പ്രഖ്യാപനങ്ങളും വിരൽ ചൂണ്ടുന്നത് ഈ ഒരു വാഗ്ദാനങ്ങൾ പാലിക്കുന്ന, തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് UDF ഇവിടെ അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ ബജറ്റിനെ കുറിച്ചും വലിയ പ്രതീക്ഷയിലാണ് ജനങ്ങൾ. അപ്പം ചില സ്വകാര്യ സംഭാഷണങ്ങളിലൊക്കെ പറയുന്നത് കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ളൊരു ബജറ്റായിരിക്കും. ഇന്ന് കാർഷിക മേഖലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നൊരു മേഖലയാണ്, പ്രത്യേകിച്ച് ഈ ഇടുക്കി ജില്ലയിലും കോട്ടയം ജില്ലയിലും നമ്മുടെ മലയോര മേഖലകളിലൊക്കെ. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ വ്യക്തമായ തീരുമാനങ്ങളും പദ്ധതികളും പ്ലാനുകളും ഈ സർക്കാരിനുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ആ ഒരു സർക്കാരിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ബോധ്യമാകുന്ന കാര്യങ്ങൾ അത് തന്നെയാണ്. പിന്നെ ആ സർക്കാരിൻ്റെ മുഖമെന്ന് ഞാൻ പറഞ്ഞല്ലോ, VD സതീശൻ, മുഖ്യമന്ത്രിക്ക് നിലപാടുണ്ട്. എന്തൊരു കാര്യത്തിലൊരു നിലപാട്, ഒരു സ്റ്റാൻഡ് എടുത്താൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ എതിർപ്പുകൾ വന്നാലും താൻ എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത്, ആ നിലപാടിലുള്ള ഉറപ്പും ആ നിലപാടിലുള്ള സ്ഥിരതയുമാണ് ഒരു സർക്കാരിൻ്റെ സ്ഥിരതയിലേക്ക് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ ഒരു എന്താ പറയുന്നത്, ഒരു സ്ഥിരതയുള്ള സർക്കാർ, എടുക്കുന്ന നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നൊരു സർക്കാർ, അതായിരിക്കും UDF സർക്കാർ എന്നുള്ള ബോധ്യം അത് ജനങ്ങൾക്ക്. അതുകൊണ്ടാണ് എന്തൊക്കെ ഇപ്പം പല ആരോപണങ്ങൾ ഇപ്പോൾ ഈ ദിവസങ്ങൾ വരുന്നുണ്ട്, പലരും പല കോണുകളിൽ നിന്നും ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ നമ്മൾ അതിൻ്റെ താഴെ പോയി നോക്കിയാൽ പൊതുജനമാണ് അതിന് മറുപടി പറയുന്നത്. ഇത്രയും നാൾ നിങ്ങൾ എവിടെയായിരുന്നു, എന്തിനാണ് ഇപ്പോൾ ഇത് പറയുന്നത്? മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഇപ്പോൾ കയറിയിട്ട് 1 മാസമായിട്ടുള്ളൂ. പൊതുജനങ്ങളാണ് ഇന്ന് UDF വേണ്ടി ന്യായീകരണങ്ങൾ നിരത്തുന്നത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ജനങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വി ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പേസും ഈ ഒരു നിലപാടും എന്ന് പറയുന്നത് നിലനിർത്തി മുന്നോട്ട് പോയാൽ 5 വർഷം കഴിയുമ്പോൾ തുടർ ഭരണം ഉറപ്പാണ്.